ചേഞ്ച് ആകണമെങ്കിൽ മൈജി തന്നെ പോണം. ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ആക്സസറീസ്, ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. കോലുകളി ടീം പോരട്ടെ. കോലുകളി ടീം റെഡിയാണെങ്കിൽ പോരട്ടെ. എന്തായാലും കണ്ണൂർ ജില്ല മുന്നിട്ടേക്കാണ്. നിങ്ങൾക്ക് ഇവിടെ ഉള്ളവർക്ക് ഓരോ കലാകാരന്മാർക്ക് അവസരമുണ്ട്. പാട്ടുപാടാം, ഡാൻസ് ചെയ്യാം, എല്ലാവർക്കും അവസരം തരുന്നവർ. പോരോ, ഒന്ന് വാ, ഇവിടെ പെട്ടെന്നോ. അതിന് മുമ്പ് പാട്ട് പാടാൻ അവർ വരുമ്പോ നീ ഒന്ന് വാ, നീ ഇങ്ങോട്ട് വാ. മൊഞ്ചനങ്ങൾ വാ, മൊഞ്ചനങ്ങൾ വന്നേ, വന്നേ വന്നേ. ഈ കോലുകളി നമുക്ക് പൊളിക്കണം. അത് ഇതിന് ബലം കുറവാണ്. എടുത്ത് ചാടല്ല, പടച്ചോനോർത്ത് നാളെ കഴിച്ചിലായിക്കോട്ടെ. അപ്പൊ നമുക്ക് നിന്ന് അത്യാവശ്യം സ്റ്റെപ്പൊക്കെ അല്ലേ അല്ലേ. ഒരു കോലുകളിക്ക് എത്ര പേരാണ് കോലുകളിക്ക്? 12 പേരല്ലേ. പേരെങ്ങനെയാണ്? റിസ്വാൻ. ഏതാണ് സ്കൂള്? എവിടെയാണ് സാർ? കോഴിക്കോട്. 2ാം സ്ഥാനത്താ കേട്ടോ. നിങ്ങൾക്ക് ഉറപ്പാ? കഴിഞ്ഞോണ്ട് കപ്പ് എവിടെയാണ്? ഇപ്രാവശ്യം അടിക്കാലോ. ഈ തുണയും കൊണ്ടുപോകും അല്ലേ? ആരാണ് മാഷ്? അസ്സലാമു അലൈക്കും. മാഷ് എത്ര വർഷമായി? 30 വർഷമായി. 30 വർഷമായ ഒരാളോ? ഇച്ച് കയറിയിരിക്കും. പക്ഷെ 30 വർഷമായി കോലുകളി അല്ലേ? മാഷിന്റെ പേര് ഖാലിദ്. 30 വർഷമായിട്ട് ഓരോ കലോത്സവ വേദിയിൽ നിന്നും അടുത്ത കലോത്സവ വേദിയിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എത്ര സ്കൂളുകൾ പഠിപ്പിക്കുന്നുണ്ട്? ഇപ്പം 3-4 സ്കൂൾ പഠിപ്പിക്കുന്നുണ്ട്. 4 ടീമുകൾ സ്റ്റേറ്റിലെത്തി. 4 ടീം സ്റ്റേറ്റിലെത്തി അല്ലേ? ഒരു കാസർഗോഡ് ജില്ല, കണ്ണൂർ ജില്ലയിൽ 2, കോഴിക്കോട് ജില്ലയിൽ 1. അങ്ങനെ 4. കണ്ണൂർ ജില്ലയിൽ നിന്നാണ് 2 ടീം ഉണ്ടായിരുന്നത്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് 4 ടീമിന് എ ഗ്രേഡ് അല്ലേ? ഈ മാഷിന്റെ ഗുരു ആരാണ്? എന്റെ ഗുരു ഖാദർ ഗുരുക്കൾ അല്ലേ? ഖാദർ ഗുരുക്കളും ബി മമ്മൂ ഗുരുക്കളും രണ്ടാൾക്കാരാണ് മരിച്ചു അല്ലേ? അവരുടെ പാരമ്പര്യം തുടർന്ന് മാഷിൽ നിന്നും ആർക്കാണ് അടുത്ത സ്ഥാനം കൊടുത്തിരിക്കുന്നത്? ഇപ്പം മക്കള് ഇതിനൊക്കെ മക്കളുണ്ട്. പക്ഷെ ആയിരിക്കും ഇത് അവർക്കൊക്കെ വേറെ ജോലിയും തിരക്കൊക്കെയാണ്. ഇല്ല, ഒന്നുമില്ല. ഒരു ആഗ്രഹമുണ്ട് അവർക്ക്. അവരുണ്ട് പഠിച്ചോണ്ട് അവരെ പഠിപ്പിക്കുന്നുണ്ടല്ലേ? അല്ലേ? മക്കളെ പഠിപ്പിക്കുന്നുണ്ട് അല്ലേ? ഈ കോലുകളിക്ക് കുറെ നിയമങ്ങളും ഇതൊക്കെ ഉണ്ടല്ലേ? പാട്ടുകളുടെ വ്യത്യാസമുണ്ട് അല്ലേ? അതൊക്കെ എങ്ങനെയാണ് ചിട്ടപ്പെടുത്തുന്നത്? ഈ പാട്ടൊക്കെ ചിട്ടപ്പെടുത്തി എടുക്കുവാണോ? ഞാൻ ചിട്ടപ്പെടുത്തുന്നില്ല. മുൻഗാമികൾ ചിട്ടപ്പെടുത്തിയ പാട്ട് ഞാൻ അവതരിപ്പിക്കുന്നു. മാഷ് ഒരു 4 ലൈൻ ഒരു പാട്ടൊന്ന് പാടിക്കുക ആദ്യമേ. അതായത് കോലുകളി പാട്ട്, ഏത് പാട്ടാലും കുഴപ്പമില്ല. എനിക്ക് മാഷിന്റെ സൗണ്ടിൽ പാട്ട് കേൾക്കണം. ഇതാര പണിയാണെന്നുള്ളോർമ്മ ഇതിൻ്റെ മസ്തനെ കണ്ട് മൊയ്. ഇതാര പണിയാണെന്നുള്ളോർമ്മ ഇതിൻ്റെ മസ്തനെ കണ്ട് മൊയ്. അടിയാതി ചോദി ഇവരണ്ടാണ് നഗരി. ഇതേ കാസപരി അതിൻ പിൻ കബരി. ആദാബ് ഖബരി അലി ഷായ നസരി. ഇതേ കാസപരി ഇതിൻ പിൻ കബരി. ആദാബ് ഖബരി അലി ഷായ നസരി. നല്ലൊരു കൈയടി കൊടുക്കാം. മാഷ് ഗംഭീരമായിട്ട് നല്ല സൗണ്ടാണ്. എങ്ങനെ കൂറ്റടിഞ്ഞെടുക്ക? എന്താ ശബ്ദം അടിഞ്ഞെടുക്ക? ശബ്ദം അടിക്കാണല്ലേ? മാഷ് ഈ പറഞ്ഞ പോലെ നല്ല മാപ്പിളപ്പാട്ടുകളും പാടാറില്ലേ? ഒരു മാപ്പിളപ്പാട്ടും കൂടെയാലോ? മാപ്പിളപ്പാട്ടാണ്. അല്ല, അത് വേറെ നമ്മുടെ മാപ്പിളപ്പാട്ട് എനിക്ക് മനസ്സിലായി. പക്ഷെ അത് മലയാളം ടച്ച് അല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കത്തുന്നകർബല ഭൂമി കരഞ്ഞിടുന്നി. കഥ ഇത് കണ്ട് കാറ്റും കാടല് പോലും സ്തംഭിച്ചു നിന്നിടുന്നി. കത്തുന്ന ഗർബല ഭൂമി കരഞ്ഞിടുന്നി. കഥയത് കണ്ട് കാറ്റും കാടല് പോലും സ്തംഭിച്ചു നിന്നിടുന്നി. ചിത്തമാലേരാമ്പി ഫാത്തിമ തന്റെ പൊന്ന് ഹുസൈനലിയോരെ എത്ര കോടുംബൂരം ചെയ്തു നീ യാതു വന്ന്. കത്തുന്ന ഗർബല ഭൂമി കരഞ്ഞിടുന്ന്. കഥയത് കണ്ട് കാറ്റും കാടല് പോലും സ്തംഭിച്ചു നിന്നിടുന്നേ.
സൂപ്പർ സൂപ്പർ, നല്ലൊരു കൈയടിയാകാം മാഷെ. ഒത്തിരി സന്തോഷം കേട്ടോ. നമ്മുടെ കുട്ടികളിലെ ഒരു ചെറിയ പെർഫോമൻസ് ഇവിടെ വെക്കാം. അത് തന്നെ ഇതിൽ പാടുന്നവരെ കൊണ്ട് നമ്മൾ പാട്ട് പഠിപ്പിക്കും. വേറെ ഒരാളവിടെ ഒരു മുണ്ടെടുത്ത് നിന്നിട്ട് ഇപ്പൊ വരുമെന്ന് പറഞ്ഞിട്ട് ആ ചെക്കനെ കണ്ടില്ല, ചുള്ളൻ ചെക്കൻ. നിങ്ങൾ വന്നേ ചെക്കൻ, അങ്ങ് വന്നേ, നിങ്ങൾ കയറി വന്നേ. ഒരാളെ വിളിക്കാൻ കൂട്ടില്ലാതെ വരില്ലേ? ഗ്രൂപ്പ് സോങ് സിംഗിൾ ആയിട്ട് നീ പാടി എന്താ കുഴപ്പം? നീ ഇവിടെ കയറി നിൽക്കല്ലേ? നീ എനിക്ക് നീ ഒളിച്ചോടുന്ന ഒരാളാന്ന് എനിക്ക് മനസ്സിലായത്. ഒരിക്കലും ഒളിച്ചോടില്ല. ഉണ്ടോ? ഇവര് 3 പേരും കൂടെ ഒളിച്ചോടുള്ള പരിപാടി കേട്ടോ. ഇവിടെ കയറി നിൽക്കണം, എന്നാലേ എനിക്ക് ധൈര്യം വരുള്ളൂ. അവിടെ നിൽക്കുക. കണ്ണാടി വെച്ചോ, കണ്ണാടി വെച്ചോ, കണ്ണാടി വെക്ക, കണ്ണാടി വെക്കുന്ന അല്ല പോളി അവിടെ. അങ്ങനെ നിൽക്കട്ടെ. അപ്പൊ നമുക്കൊന്ന് തുടങ്ങിയാലോ. ഇതാരാ പാടുന്നത്? കളിച്ചോണ്ടാണോ പാടുന്നത് അല്ലേ? അപ്പൊ കളിച്ചോണ്ട് പാടുമ്പോ മൈക്ക് ഞാൻ എന്ത് ചെയ്യുന്നുള്ള, എനിക്ക് അടി കിട്ടൂല. അടുക്കുന്നതിനാ അടി കിട്ടൂല എന്ന് ഉറപ്പാണ്? പടച്ചവനെ, ഉറപ്പായിരിക്കണം. ഞാൻ ഇവിടെ ധൈര്യമായിട്ട് നിൽക്കാൻ വേണ്ടി അടി കിട്ടില്ല എന്ന് പറഞ്ഞേക്കണം. തെറ്റിപ്പോലോ അല്ലേ? മാറി അടിക്കല്ലോ കേട്ടോ. എന്നാലേ ഈ പാട്ട് നമുക്ക് മൈക്ക് ഇങ്ങനെ കിട്ടുള്ളൂ. മാഷുകൾ ധൈര്യത്തിന് നിൽക്കാം. മാഷുകൾ ധൈര്യത്തിന് നിൽക്കാം. മാഷുകൾ ധൈര്യത്തിന് നിൽക്കാം. അപ്പൊ നമുക്ക് 2 പേരും അടി കിട്ടുവാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ലോ എന്ന് ഓർത്തിട്ടാ. ഓക്കെ, റെഡി? ഒത്തിരി കയറി വന്നോ, മുന്നോട്ട് നിന്നോ. മതിയോ? അത്യാവശ്യമുള്ള സാധനം കളിച്ചാൽ മതി. ആള് അങ്ങനെ മാറിപ്പോയല്ലോ കേട്ടോ. അടി ഇവിടെ നിന്നോട്ടെ. മാഷ നിൽക്കുന്ന ധൈര്യത്തിലാണ് ഞാൻ നിൽക്കണേ. റെഡി? മാഷ കൂടി പാടിയാ ഓക്കെ ആയിരിക്കും. ഓക്കെ, അപ്പൊ സൗണ്ട് കൂടുതൽ കിട്ടും. റെഡി? മാഷും കൂടെ കൂടി പാടിക്കാം, അപ്പം സൗണ്ട് മൈക്കിൽ വരും. ഓക്കെ, റെഡി? അമ്പിയ കാരുണ്യ പൂവായേ ഫാത്തിമ പാവന ജീവായേ മുല്ലംബിയ കാരുണ്യ പൂവായേ ഫാത്തിമ പാവന മുക്തി താമര മുഖമതായ മോമിന കാട്ടിയ സ്വർഗനതാവ് അകലിൽ ബൈക്കിലെ തങ്കനിലാവ് കാട്ടിയ സ്വർഗനതാവ് അകലിൽ ബൈക്കിലെ തങ്കനിലാവ് നാടാകെ പോറ്റിയ നായകൻ സീരായ നൂറിലും റാണിയായി പുണ്യ. സൂപ്പർ, ഒരു കൈയടി, നല്ലൊരു കൈയടി എടുക്കണം. പെട്ടെന്ന് മടുത്തോ? മൈക്ക് പിടിച്ചേ. നീ പെട്ടെന്ന് മടുത്തു. ഒന്ന് 2 ലൈൻ പാട്ട് പാടിക്കേ. മടുത്തില്ലേ? 2 ലൈൻ പാട്ട് പാടും. അപ്പോഴാണ് മടുത്തില്ല എന്ന് എനിക്ക് മനസ്സിലായി. 2 ലൈൻ പാട്ട് പാട്. 2 ലൈൻ പാട്ട് പാട്. 2 ലൈൻ പാട്ട് പാട്. നിനക്ക് ഇഷ്ടമുള്ള പാട്ട് പാട്. പഠിക്കോ. ഉണ്ട് സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി മാളന കയ്യിൽ ഉണ്ട് പ്രിയേ കൽവിലൊരാശ മുന്തിരി തിന്നിടുവാന്നറിയില്ല നാട്ടിലെ രാജാവല്ലേ മാളന കയ്യിൽ അത് നീ നിന്നെ കൊണ്ടൊന്ന് പാടിപ്പിക്കണമെന്നുണ്ടായിരുന്നു. നീ പാടി നന്നായിട്ട് പാടുന്ന ആളോ കേട്ടോ. വേറെ ആരാണ് മാഷ പാടുന്ന ആള്? ആര്? കരുന്നേ. നല്ലൊരു പാട്ടൊക്കെ പാടിക്കേ. കോർക്കല്ലി പാടി. ഓ, നന്നായിട്ട്. തട്ടത്തിൽ മരത്തിൽ പാട്ട് പാടാം, അങ്ങനെയാണ് പറഞ്ഞ? കോർക്കല്ലി പാട്ട്. ഓക്കെ ഓക്കെ. ശറഫുറ്റ നൂറേ ഷൗക്ക് റസൂലേ സുബ്ഹാനവന്റെ ഹബീബ് റസൂലേ സുബ്ഹാനവന്റെ ഹബീബ് റസൂലേ ശറഫുറ്റ നൂറേ ഷൗക്ക് റസൂലേ സുബ്ഹാനവന്റെ ഹബീബ് റസൂലേ സുബ്ഹാനവന്റെ ഹബീബ് റസൂലേ അഭയാർത്ഥി വാക്ക്
റസാക്ക് അബ്ദുറസാക്ക് അളവറ്റി കൊശിയിട്ട് മീമീട്ട് പൂത്ത് അബ്ദുള്ളർശീലെ ആമിനർ പാലേ അബ്ദുള്ളർശീലെ ആമിനർ പാലേ അഹ്മദ് മുഹമ്മദ് മുസമ്മിൽ മുസമ്മിൽ അഹ്മദ് മുഹമ്മദ് മുസമ്മിൽ മുസമ്മിൽ ശർഫുറ്റാനൂറേ ഷൗക്ക് റസൂലേ സുബ്ഹാനവന്റെ ഹബീബ് റസൂലേ സുബ്ഹാനവന്റെ ഹബീബ് റസൂലേ. സൂപ്പറായിട്ട് മാഷെ, ഒത്തിരി സന്തോഷം കേട്ടോ, ഒത്തിരി സന്തോഷം മാഷെ. മാഷിന്റെ ടീം മാഷിന് പറയുന്ന അതേ രീതിക്ക് പാട്ടുകൾ പാടി. ശരി ശരി, നല്ല സന്തോഷം. നല്ല അനുസരണമുള്ള കുട്ടികളാണെന്ന് എനിക്ക് മനസ്സിലായി. എങ്കിലും ഒരാളിനകത്ത് ഉഴപ്പണമെന്ന് ഞാൻ പറഞ്ഞ മാഷ് സത്യം പറയോ? അതാരാ? അതിപ്പം ഫോൺ കൊടുത്തില്ലേ, സാറ് പാടണമെന്ന് പറഞ്ഞില്ലേ, അതിന്റെ നീ കുഴപ്പമൊന്നുമില്ല. ഞാൻ കൃത്യമായിട്ട് കണ്ടുപിടിച്ചു. ആ ഉഴപ്പെന്ന് പറഞ്ഞപ്പോൾ മാഷിനെ ഒന്ന് നെട്ടിക്കാൻ ഒരു പാട്ടൊക്കെ പാടുക. അപ്പൊ നമുക്കറിയാം മാഷ് നെട്ടിക്കണം. വേറെ പാട്ടായി പോകുന്നു. അപ്പൊ മാഷ് വേറെ പാട്ടാ പാടാൻ പറ്റുള്ളൂ. മാഷെ സിനിമാറ്റിക് പാട്ടാ പാടുന്നത്, സിനിമ മലയാളം പാട്ടൊക്കെ. അല്ല, അവൻ മിടുക്കൻ. അവൻ കോലുകളിക്ക് എന്റെ ഇടയ്ക്ക് തല മാറ്റി കൊടുത്തു. ചിലപ്പം ഇനി കളിച്ചതിനെ അവൻ എനിക്കിട്ട് അടി തരും. എനിക്ക് മാഷ് അല്ലേ. അപ്പൊ ഒത്തിരി സന്തോഷം. നിങ്ങളെല്ലാം എത്രാം ക്ലാസ്സിലാണ് ഇപ്പം? +2 ആണ് എല്ലാവരും. +1ഉം +2ഉം. +2 ആരൊക്കെയാ ഉള്ളത്? +2 അല്ലേ? ഇനി കോളേജിൽ പോയി അവസാനം വേണ്ടിയുള്ള തയ്യാറെടുപ്പല്ലേ? പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? എന്താ അടുത്ത എന്താണ് പരിപാടി? പരീക്ഷ ജയിക്കണം, എന്റെ കോളേജിൽ പഠിക്കണം അല്ലേ? ഈ കലോത്സവം തീരുവാണ്, അതിന്റെ ഒരു ദുഃഖമില്ലേ അല്ലേ? അപ്പൊ ഇനിയും കോലുകളൊക്കെ ആയിട്ട് യൂണിവേഴ്സിറ്റിയിലൊക്കെ പങ്കെടുക്കണം കേട്ടോ. +2 അല്ലേ? ഒരു ദുഃഖം ഉണ്ട്. കലോത്സവം തീരുവാണ്. കൊല്ലത്ത് വെച്ച് കലോത്സവം പടിയിറങ്ങിയാണ്. ഇനി കോളേജിലൊക്കെ കോലുകളെയും മറ്റിനങ്ങളിലൊക്കെ പങ്കെടുത്ത് കലാവാസന കൈവിട്ടു പോകരുത്. അതോടൊപ്പം പഠിത്തവും. അപ്പൊ ഒത്തിരി സന്തോഷം മാഷേ, നിങ്ങളുടെ ടീമിനോട് ഒത്തിരി നന്ദി. ഓക്കെ, അപ്പൊ നല്ല ഒരു കോലുകളി 30 വർഷം ആയിട്ട് കോലുകളി പഠിപ്പിക്കുന്ന അധ്യാപകനാണ് നമ്മളടുത്ത് വന്നത്. എന്തായാലും നല്ല കുട്ടികളും നല്ല അധ്യാപകനും നല്ല ഗുരുനാഥനുമായി തന്നെ നമുക്ക് കാണാം. ഈ പറഞ്ഞ പോലെ കണ്ണൂർ വലിയ രീതിയിൽ മുന്നോട്ടം ഉണ്ട്. കോഴിക്കോട് തൊട്ട് പിന്നിലാണ്. കണ്ണൂരാണ് വലിയ രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ 2-3 പേര് ഒരുമിച്ച് പാടുകളെന്ന് പറഞ്ഞ ആളുകളുണ്ട്. അവരൊന്ന് ഇങ്ങോട്ട് കയറി വരണം. അവരുടെ പാട്ട് ഇവിടെ കേൾക്കണമല്ലോ നമുക്ക്. ഈ കോലുകളി ടീം ഇറങ്ങിയ ഉടൻ തന്നെ അവർ വരുന്നതായിരിക്കും. ഒത്തിരി സന്തോഷം. അപ്പോൾ ഈ പറഞ്ഞതുപോലെ കണ്ണൂർ കോഴിക്കോട് മിഞ്ചോടിഞ്ചുള്ള പോരാട്ടം കലോത്സവത്തെ നെഞ്ചോട് ചേർത്ത് കൊല്ലംകാർ ഏറ്റെടുക്കുന്നു എന്നതിന്റെ തെളിവാണ് ഇവിടെ കൂടുന്ന ജനസമുദ്രമായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും രാത്രിയും ആളുകൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വലിയ സന്തോഷം. 3 കലാകാരന്മാര് ലുങ്കി, നല്ല പൂക്കളുടെ ഷർട്ട് എല്ലാം ഇട്ടുകൂടെ വന്നിട്ടുണ്ട്. നമുക്ക് ഇവരോട് തന്നെ കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്യണം. മൈക്ക് ഒരാളുകളെ പിടിച്ചോ. പേരെങ്ങനെയാണ്? മുണ്ടൂരിന് പോലെ ബെൽറ്റ് വേണോ? മുണ്ടൂരി പ്രശ്നമാണോ? മുണ്ടൊന്ന് മുറുക്കി കൊടുത്തിട്ടെ. പുരിയാറായിരിക്കല്ലേ? അപ്പം ഒന്ന് പേര് പറയൂ. എന്റെ പേര് റിയാസ്. മൈക്ക് ഓഫ് ചെയ്ത പോലെ പറഞ്ഞു. അതിൽ പറഞ്ഞു. അസ്ലം. എവിടെയാണ്? അഞ്ചാലുമൂട്, കൊല്ലം ജില്ല അല്ലേ? കലോത്സവം കാണാൻ വന്നാണോ? കലോത്സവം കാണാൻ വന്നേ. എങ്ങനെയുണ്ട് കലോത്സവം? കൊള്ളാം. നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കൊല്ലംകാർ ശരിക്കും ഇത് ഏറ്റെടുത്തിട്ടുണ്ട്. ഒരു മടിയും കൂടാതെ എല്ലാവരും നല്ല രീതിക്ക് സ്വീകരിക്കുന്നു കൊല്ലംകാരെന്നുള്ളത് നമുക്ക് കേൾക്കുമ്പോൾ അഭിമാനമുണ്ട്. മോന്റെ പേര്? സൈദലി. ആരാണ് ഇതിനകത്ത് പാട്ട് പാടുന്ന ആള്? 3 പേരും. അപ്പൊ ഏത് പാട്ടാ പാടുന്നത്? മനസ്സിന്റെ മണിയറ. മണിയറപ്പാട്ടാണ് ഇവർക്ക് ഓർമ്മ വരുള്ളൂ. അപ്പൊ മനസ്സിന്റെ മണിയറൊക്കെ പാടട്ടെ. ഓക്കെ, ലിറിക്സ് എനിക്കറിയെങ്കിൽ ഞാൻ പാടുക. ലിറിക്സ് കൊടുക്കാൻ എന്നോട് ഞാൻ എങ്ങനെ കൊടുക്കണം? ഇല്ലേ, അവരിട്ട് തരും. ഇട്ടുതരാം. മിമിക്രിയും ചെയ്യുന്നേ അല്ല, ഇട്ടുതരാം. മ്യൂസിക് ഇട്ടുതരാം. ഇത് കാണാതെ പാടുമോ? അപ്പം മ്യൂസിക് എവിടെ ഇടാം? അഡ്ജസ്റ്റ് ചെയ്ത് പാടി. നിങ്ങള് തർക്കിച്ചോണ്ടിരിക്കുകയാണ്. നമുക്ക് തർക്കം കഴിഞ്ഞിട്ട് ചെയ്യാം. ഏത് ഫോണ്? നിങ്ങളുടെ ആരെങ്കിലും ഫോണുണ്ടോ? എടേ ആടേ ഫോൺ കൊണ്ടോടേ. നിങ്ങൾ കയറി വാങ്ങോടോ. അതിന്റെ ഫോൺ കൊണ്ട് കൊടുക്ക്. അവനെ ക്യാമറയിൽ കാണിക്കില്ല. ഇവിടെ വന്നത് പറയാതെ വന്നത്. എന്റെ പൊന്നെ, അവനെ ഒന്ന് ക്ലോസ് എടുത്തേക്ക്. എന്താ
മോനെ പാട്ടെടുത്ത് അവിടെ അകത്ത് കൊടുക്കുവാണെങ്കിൽ പ്ലേ ചെയ്യും. ഒന്നെടുത്ത് കൊടുക്കും. ആദ്യം ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയാ കേട്ടോ സൗണ്ട്. പാട്ട് പഠിപ്പിച്ചേക്കാരാ പൊന്നിക്ക ഇങ്ങോട്ട് വാ. പാട്ട് പഠിപ്പിച്ചേക്ക വരൂ. ഒരു ചുമ്മാ പറയണല്ലേ, ഒരു പൊളിയാട്ടോ, ഒരു പൊളിയാ. ഞങ്ങൾ ഈ സ്റ്റേജ് ഷോയ്ക്കൊക്കെ പോകുന്ന സ്റ്റേജ് ഷോയിലൊക്കെ പാടുന്നല്ലേ നമ്മുടെ അല്ലേ? താങ്ക് യു. റെഡി അല്ലേ? ഓഡിയോ ഒന്ന് വെച്ച് നോക്കണേ മോനെ, കൊടുക്കുക. അല്ലെങ്കിൽ മ്യൂസിക് ഇല്ലാതെ പാടാം. സമയങ്ങൾ ഒത്തിരി കുട്ടികൾ വന്ന് നിൽപ്പുണ്ടല്ലോ, അതൊക്കെയാണ് നമുക്ക്. അവരൊക്കെ രാവിലെ ഒരു ഡ്രസ്സ് ചെയ്ത് നിൽക്കുന്ന കുട്ടികളാണല്ലോ. അപ്പോൾ നമ്മൾ എന്താണ് പറ്റിയെന്ന് പറയോ? എടാ ഇത് പറ്റുന്നില്ല. നിങ്ങളുടെ മൈക്ക് അങ്ങോട്ട് കൊണ്ടുപോണ്ട. എന്തായാലും ഇവര് പാട്ട് പാടും കേട്ടോ. പാട്ട് പാടാതെ ഇവരെന്തായാലും ഇവിടുന്ന് പോവില്ല. പിന്നെ എത്ര മണിയായാലും പാടിച്ചിട്ട് ഞാൻ വിടുള്ളൂ. ആ ടീം ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. അവരിപ്പോ പാടിക്കഴിഞ്ഞിട്ട് ആ ഗ്രൂപ്പ് ഡാൻസ് ടീം ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ പ്ലീസ് കേട്ടോ. അല്ലേ അത് നോക്കാം, നമുക്ക് ഇടണമെങ്കിൽ പെട്ടെന്ന് ഇടാലോ. ഇതൊക്കെ റെഡിയാക്കി വരണ്ടേ? അതല്ലേ? അതെ. ഏത് ചോപ്പ്? അതെയോ? അതല്ലേ? വന്നേ പാട്ട് പാടൂ, സമ്മാനം നേടൂ. ഇവിടെ നിന്നല്ല, അത് പുറത്ത് എവിടെയും കിട്ടും. സമ്മാനം ഉണ്ടോന്ന് കേട്ടപ്പോ എന്തൊരു ഇൻട്രസ്റ്റ് ആന്ന് നോക്കിയ. കൊല്ലംകാര് പൊളിയല്ലേ? പക്ഷെ നിങ്ങൾ ധൈര്യമായിട്ട് ഇങ്ങനെ കയറി വന്നല്ലോ, അത് തന്നെയല്ലേ നമുക്ക് ഏറ്റവും സന്തോഷം. ഒത്തിരി സ്റ്റേജ് പാടുന്നു. അപ്പൊ മ്യൂസിക് അതെ മോനെ ഒന്ന് അത് കിട്ടുമെന്ന് നോക്കണം. പിന്നെ അത് അല്ലെങ്കിൽ നമുക്ക് സമയം കളയാനില്ല. അവർ പാടാനല്ല, അവർ ഡാൻസ് ചെയ്യാം. ഇല്ലെങ്കിൽ അത് മ്യൂസിക് ഇല്ലാതെ ഒന്ന് പാടിയാലും കുഴപ്പമില്ല. എന്ത് ചെയ്യാനാ മോനെ, നിങ്ങളുടെ മൊബൈലിൽ മ്യൂസിക്കും കിട്ടുന്നില്ല. അൽഫാമോ? ഐഫോൺ കുത്താൻ പറ്റില്ല. നിനക്കൊക്കെ പൈസ ഉള്ള എന്ത് ചെയ്യാനാണ് നമ്മള്? നമുക്കൊന്നും പൈസ ഇല്ല, ഐഫോണൊന്നും ഇല്ല. അവന് ഐഫോണാട്ടോ. അവന്റെ പേരെങ്ങനെയാണ്? അവന്റെ അസ്ലം. എല്ലാവരുടെ ഐഫോൺ എന്ത് ചെയ്യാനാ നമ്മൾ? നമുക്ക് ഒപ്പനായാലോ? ഞാൻ ഇരിക്കാൻ റെഡിയാ. മോനത് റെഡിയാവോ? വിനോദ റെഡിയാവോ? അയ്യോ വിനോദ റെഡി ആക്കിയെന്ന് പെട്ടെന്ന്. എന്തായാലും ഇവരെങ്ങനെ കയറി വന്ന് പാട്ട് പാടാം എന്ന് പറഞ്ഞ് കൊല്ലംകാർ ഇങ്ങനെ പാടാം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പാടാം ഉള്ള അവസരം ഉണ്ടാവും. ഒന്ന് ഇനി സമയം കളയരുത് കേട്ടോ. ഒത്തിരി പേര് ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ടാണ്. ഇതിന് നെറ്റ് സ്പീഡ് ഉണ്ടോന്ന് അറിയില്ല. ഇവിടെ ഭയങ്കര ജാമാണ്, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ആദ്യം ഒന്ന് പ്ലേ ചെയ്ത് നോക്കണം, എന്നിട്ട് വെക്കാവുള്ളൂ. പ്ലേ ചെയ്ത് സൗണ്ട് ഉണ്ടോ എന്ന് നോക്കണം. അല്ല സൗണ്ട് പുറത്തേക്ക് അവിടെ എവിടെ കുത്താമെന്നൊന്ന് കാണിച്ചു കൊടുക്കുക. ഇത് ആരുടെ ഫോണാണ്? ഇതിന്റെ എവിടെ മോനെ കുത്തുന്നു? ഇതിലില്ല. പടച്ചോൻ അവിടെ തന്നെ ബുദ്ധിമുട്ടിക്കല്ലേ. നിങ്ങളൊരു പാട്ട് പാട്, ആ ഫോണും കിട്ടില്ല. അല്ലാതെ പാടാ. വാ സമയങ്ങളല്ലേ, ഞാൻ മ്യൂസിക് പിടിച്ചു തരാം, നീ പ്ലേ ചെയ്യാം. മനസ്സിൻ്റെ മണിയറയിൽ സുന്ദരിയായ മോളുണ്ട്. കഥ പറയാൻ കൂട്ടിനായി കാത്തു നിന്നൊരു പെണ്ണുണ്ട്. കാണത്താൽ പോകും സുന്ദരിയായ മോളാണ്. കഥ പറയാൻ കൂട്ടിനായി കാത്തു നിന്നൊരു മണ്ണാണ്. അടിപൊളി മക്കളെ, സമ്മതിച്ചങ്ങളെ. ഇത്ര ചങ്കൂറ്റം ഉണ്ടല്ലോ. എന്തായാലും ആ ചങ്കൂറ്റത്തിലാണ് ഞാൻ നിങ്ങളെ സമ്മതിക്കണോ. അടിപൊളിയാ. ഒരു നല്ലൊരു ഗൈഡ് കൊടുക്കുക. അല്ല ഇവിടെ കയറി ഇങ്ങനെ പാടാൻ ഇത്രയും പേര് മുമ്പ് ചങ്കൂറ്റം കാണിച്ചെങ്കിൽ അവർക്കൊരു ഗൈഡ് കൊടുക്കണം. പാടാൻ അറിയാവുന്നവർ മാറി വയ്ക്കുമ്പോൾ ഇവരുടെ കഴിവ് അവരുടെ ഇത്ര ആളുകൾ മുമ്പ് എടുക്കും.
ഓക്കെ സന്തോഷം. ഓക്കെടാ ഓക്കെ. നിന്റെ ഐഫോൺ എടുത്തോ, നിന്റെ കവർ എടുക്ക്. മിടുക്കന്മാരാട്ടോ, മിടുക്കന്മാരെ ഗംഭീരമായിട്ടുണ്ട്. എല്ലാവരും ഇത്രയും ആളുകളുടെ മുമ്പിൽ വന്നെങ്കിൽ ധൈര്യമായിട്ട് പാടാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ പാടാൻ തയ്യാറാണെന്ന് വന്നെങ്കിൽ അത് കൊല്ലംകാരുടെ ഒരു ചങ്കൂറ്റം തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല.